രഞ്ജു ഉറങ്ങിയില്ലേ? നാളെ രാവിലെ കൂട്ടിക്കൊണ്ടു പോകാൻ ഡോക്ടർ വരില്ലേ? ഇനിയും ഉറങ്ങാതെ കിടന്നാ രാവിലെ കണ്ണ് തൂകും കേട്ടോ. രാത്രി വൈകിട്ടും ഉറങ്ങാതെ കിടക്കുന്നവനോട് ലക്ഷ്മി പറഞ്ഞു. നാളെ പോയ 2 ദിവസം നിങ്ങൾ രണ്ടാളും കൂടെ ഇല്ലാതെ ഒറ്റയ്ക്കാണല്ലോ എന്നോർക്കുമ്പോൾ എന്തോ ആകെ ഒരു വിഷമം. നിരഞ്ജൻ ആയാസപ്പെട്ട് അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ട് പറഞ്ഞു. ഇനിയിപ്പോൾ അതൊന്നും ഓർക്കണ്ട, കൂടെ ആരും വേണമെന്ന് ഡോക്ടർ പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ്? അവനെ ചുറ്റിപ്പിടിച്ച് നീറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഞാൻ പോയി വന്നിട്ട് കുഞ്ഞിയുടെ വിവാഹക്കാര്യത്തിൽ അവളോടും കൂടെ സംസാരിച്ചൊരു തീരുമാനമെടുക്കാം കേട്ടോ. അവളുടെ മുഖത്തെ വാട്ടം മാറ്റാൻ എന്ന പോലെ നിരഞ്ജൻ പറഞ്ഞു. സത്യമായി രഞ്ജുവിന് ഈ വിവാഹത്തിൽ താല്പര്യമുണ്ടോ? മുഖമുയർത്തി അവരെ നോക്കിക്കൊണ്ടവൾ വിടർന്ന ചിരിയോടെ തിരക്കി. എനിക്ക് മാത്രം താല്പര്യമുണ്ടായിട്ട് കാര്യമില്ലല്ലോ ലച്ചു, കുഞ്ഞുകൂടെ സമ്മതിക്കണം. എന്തിനും ഞാൻ വരട്ടെ, വന്നിട്ട് അവളോട് ഞാൻ സംസാരിക്കാം. രഞ്ജു പറഞ്ഞ് അവൾ കേൾക്കും, അതെനിക്ക് ഉറപ്പാണ്. അവനെ ഒന്നുകൂടെ മൂർക്കെ പുണർന്ന് കിടന്നുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു. ഓർക്കം തഴുകി തുടങ്ങിയ കണ്ണുകൾ അടഞ്ഞു പോകുമ്പോൾ നിരഞ്ജൻ മെല്ലെ ഒന്ന് മൂളി. അതിയായി സന്തോഷത്തിൽ നിറഞ്ഞ പ്രണയത്തോടെ അവനെ നോക്കി കിടക്കുമ്പോൾ ലക്ഷ്മി അറിഞ്ഞതേയില്ല സ്നേഹത്തോടെ പ്രണയത്തോടെയുള്ള നിരഞ്ജന്റെ അവസാനം ചേർത്ത് പിടിക്കലാണ് ഇതെന്ന്. ഇനി അങ്ങോട്ട് വീർപ്പ് മാത്രമാകുമെന്ന്. ഇതെന്താ, ഡോക്ടർക്കൊപ്പം രണ്ടാളുമുണ്ടല്ലോ. എന്നെ കാണാൻ വന്നതാണോ? ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ പേ വാർഡിലെ 211 നമ്പർ റൂമിലേക്ക് വാതിൽ ചെറുതായി ഒന്ന് മുട്ടിക്കയറി വന്ന വിനായകനൊപ്പം സച്ചിനെയും അഭിയും കാണി സന്തോഷത്തോടെ ചോദിച്ചു. കാണാനും ചിലതൊക്കെ പറഞ്ഞ് കാണിച്ച് ബോധ്യപ്പെടുത്താനും കൂടെയാണ്. ബൈസ്റ്റാൻഡർ ബെഡിലേക്ക് ഇരുന്നുകൊണ്ട് അഭി പറഞ്ഞു. എന്താ ഡോക്ടറെ, എന്താ അഭി ഇങ്ങനൊക്കെ സംസാരിക്കുന്നത്? അഭിയുടെ മുഖത്തെ കലച്ച ഭാവവും ആ സംസാരത്തിന്റെ കടുപ്പവും കാണി നിരഞ്ജൻ വല്ലായ്മയുടെ വിനായകനോട് ചോദിച്ചു. നിരഞ്ജൻ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ അനിയത്തി നിവേദിക്കും പറയാനുണ്ട്. ഞങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും. പക്ഷേ ഞങ്ങൾ പറയുന്നത് കള്ളമില്ലെന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒന്നും നേടാനില്ലെന്നും കൂടെ നിരഞ്ജൻ ഓർക്കണം. വല്ലായ്മയുടെ 3 പേരെയും മാറി മാറി നോക്കിയിരിക്കുന്ന നിരഞ്ജന്റെ അടുത്തിരുന്ന് അവന്റെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു വിനായകൻ. നിങ്ങൾ ഓരോന്നും പറഞ്ഞതിനെ പേടിപ്പിക്കുന്ന കാര്യം എന്നത് തുറന്നു പറയൂ. അവരുടെ മുഖഭാവത്തിൽ നിന്നും പറയാൻ പോകുന്നത് തന്നെ അടിമുടി ഉലയ്ക്കാൻ പാകത്തിനുള്ള എന്തോ കാര്യമാണ് എന്നൊരു ചിന്തയിൽ വല്ലാത്തൊരു ടെൻഷനോടെ നിരഞ്ജൻ പറഞ്ഞു. നമുക്ക് നിരഞ്ജനോട് കാര്യങ്ങൾ പറയാം ഡോക്ടർ, അപ്പോഴേക്കും അവർ വരും. അവൻ്റെ ആ ടെൻഷൻ കാണാൻ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തുറന്നു പറയുന്നതാണ് നല്ലതെന്ന് തോന്നൽ അഭി പറഞ്ഞു. ലക്ഷ്മിയെക്കുറിച്ചാണ് നിരഞ്ജൻ ഞങ്ങൾക്ക് പറയാനുള്ളത്. പറയാൻ മാത്രമല്ല കാണിക്കാനുണ്ടല്ലോ ഡോക്ടറെ. നിവിത മുറിക്കുള്ളിലേക്ക് കയറി വന്നുകൊണ്ട് പറഞ്ഞു. അവൾക്കൊപ്പം 40 വയസ്സോളം പ്രായം വരുന്നൊരു സ്ത്രീ കൂടെ ഉണ്ടായിരുന്നു. എന്താ കുഞ്ഞി, എന്താ ഇവിടെ നടക്കുന്നത്? ലച്ചു, എൻ്റെ ലച്ചുവിനെ കുറിച്ച് എന്താ ഇവർക്ക് പറയാനുള്ളത്? നിരഞ്ജൻ ദേഷ്യത്തിൽ അവളോട് തിരക്കി. ഏട്ടൻ ടെൻഷൻ ആവലേ, എല്ലാം ഞങ്ങൾ പറയാം. എന്നാൽ കാര്യം എന്തെന്ന് പറഞ്ഞു തുലയ്ക്ക്. മനുഷ്യന് ക്ഷമയെ പരീക്ഷിക്കാതെ കടുത്ത ശബ്ദത്തിൽ പറഞ്ഞു നിരഞ്ജൻ. ഏട്ടൻ ഇതൊക്കെ ഒന്ന് നോക്ക്. നിവി തന്റെ കൂടെ വന്ന സ്ത്രീയുടെ കയ്യിലിരുന്ന ബാഗ് വാങ്ങി അത് തുറന്ന് നിരഞ്ജന്റെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. എന്താ ഇതൊക്കെ? അതിനുള്ളിരിക്കുന്ന ലാപ്പും ഡോക്യുമെന്റ്സും ഒക്കെ കണ്ട് അതൊന്നും എടുത്ത് നോക്കാതെ നിവിയോട് ചോദിച്ചു. ആ ലാപ്പ് ഓൺ ചെയ്ത് കൊടുക്കു ചേച്ചി, ഏട്ടൻ എല്ലാം നോക്കി കാണട്ടെ. നമ്മൾ പറഞ്ഞിരുന്നത് അതല്ലേ ഡോക്ടറെ? ഇതൊക്കെ കണ്ടും അറിഞ്ഞുമൊക്കെ കഴിയുമ്പോഴാ തൻ്റെ കൂടപ്പിറപ്പിൻ്റെ അവസ്ഥ ഓർത്ത് നിറഞ്ഞു പോയ കണ്ണുകളുടെ നിവി പറഞ്ഞു. ഞാൻ ബാങ്ക് മാനേജറാണ്. എൻ്റെ ഭർത്താവ് സുധാകരൻ ഡോക്ടർ വിനായകൻ്റെ സുഹൃത്താണ്. വിനായകൻ നിങ്ങളെയും നിവിതയെയും കുറിച്ച് എല്ലാം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ബാങ്കിൻ്റെ നിയമം അനുസരിച്ച് ചെയ്യാൻ പാടില്ലാത്ത ഈ കാര്യം പുറത്തറിഞ്ഞാൽ എൻ്റെ ജോലിയെ ബാധിക്കും എന്നറിയാമായിരുന്നിട്ടും നിങ്ങളെ സഹായിക്കാൻ ഞാൻ മുന്നോട്ട് വന്നത്. നിരഞ്ജൻ ഇതൊന്ന് കാണൂ. ലാപ്പ് അവൻ്റെ മുന്നിലേക്ക് നീക്കി വെച്ച് ആ സ്ത്രീ പറഞ്ഞു. കാര്യം എന്തെന്നും വ്യക്തമായില്ലെങ്കിലും താൻ കാണേണ്ട എന്തോന്ന് അതിലുണ്ടെന്ന ബോധ്യമായി നിരഞ്ജൻ ആ ലാപ്പിലേക്ക് നോക്കി. അതിൽ കാണുന്ന ദൃശ്യങ്ങളിൽ ലക്ഷ്മി ഒരു റൂമിലേക്ക് കയറുന്നതായിരുന്നു. അത് ബാങ്കിലെ ലോക്കർ റൂമാണെന്ന് നിരഞ്ജന് ആദ്യം മനസ്സിലായിരുന്നില്ല. എന്നാൽ ചുമരിൽ നമ്പർ പതിപ്പിച്ച ഹോട്ടലിൽ നിന്ന് കീ എടുക്കുന്നത് കണ്ടപ്പോഴാണ് അവന് മനസ്സിലായത്. പിന്നീട് ലോക്കർ തുറക്കുന്നതും അപ്പം അണിഞ്ഞിരുന്ന ആഭരണങ്ങളുമൊക്കെ കണ്ടുവെങ്കിലും മറ്റൊന്നും തോന്നാത്തവൻ ആ ദിവസത്തെ ഡേറ്റ് നോക്കി കണ്ണും വീഴ്ച ഒന്നുകൂടെ നോക്കി. പിന്നെ ഒരു പൊട്ടും പൊടിയും വിടാതെ ആ ദൃശ്യങ്ങൾ മുഴുവനും കണ്ടു തീർത്ത ശേഷം അവൻ ആ ബാഗിൽ നിന്ന് നിവിയുടെ പേരിലുണ്ടായിരുന്ന വസ്തുവകൾ ഡോക്യുമെന്റ്സ് എടുത്ത് നോക്കുന്നതും കാണി നിവി അവൻ്റെ അടുത്ത് വന്നിരുന്നുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു. ഏട്ടാ, ആരെയും തല ഉയർത്തി നോക്കാതെ മുഖം കുനിച്ചിരിക്കുന്നതിൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് നിവി വിളിച്ചു. നമ്മളെ നല്ല ഭംഗിയായി ചതിച്ചതാണല്ലേ കുഞ്ഞി അവൾ? ചോദിച്ചുകൊണ്ട് നിറഞ്ഞു തൂവുന്ന കണ്ണുകളുടെ നിവിയെ നോക്കി നിരഞ്ജൻ. ഏട്ടനെ സങ്കടം കാണി വിങ്ങി പൊട്ടിക്കൊണ്ട് അവളൊന്ന് മൂളി. എന്തിന്
എന്തിനാണ് അവൾ? ഞാൻ എൻ്റെ പ്രാണനെ പോലെ സ്നേഹിച്ചതല്ലേ എൻ്റെ കുഞ്ഞി അവളെ. അമ്മയെ പോലെ സ്നേഹിച്ചില്ലേ, വിശ്വസിച്ചിരുന്നില്ലേ? എന്നിട്ട് എന്തിനാണ് ഡോക്ടറെ അവൾ ഈ ചതി ഞങ്ങളോട് ചെയ്തത്? നിവിയെ പൊതിഞ്ഞു പിടിച്ച് നിറഞ്ഞു വരുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് നിരഞ്ജൻ ചോദിച്ചു. ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിവിത കട്ടെടുത്തു കൊണ്ടുവന്ന സ്വർണമാണിത്. പിന്നെ കുറച്ച് PDF ഡോക്യുമെന്റ്സ് ഡോക്ടറെ കയ്യിലുണ്ട്. അബി ഏൽപ്പിച്ചിരുന്ന സ്വർണം അവൻ ആ ബെഡിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. ഇതിൽ നിന്നൊക്കെ നിരഞ്ജൻ എന്താണ് തോന്നിയത്? തൻ്റെ കയ്യിലിരിക്കുന്ന FD ഡോക്യുമെന്റ്സ് അടങ്ങിയ ആ ഫയൽ സ്വർണത്തിനൊപ്പം വെച്ചുകൊണ്ട് വിനായകൻ തിരക്കി. എൻ്റെ കുഞ്ഞിയാണോ അവൾ ഒഴിവാക്കാൻ നോക്കുന്നത്? പൊതിഞ്ഞു പിടിച്ചിരുന്ന നിവി ഒരിക്കലും വിട്ടുകളയില്ലെന്ന പോലെ കൂടുതൽ മുറുക്കത്തിൽ പിടിച്ചുകൊണ്ട് അവൻ തിരക്കി. ഞങ്ങൾക്ക് മനസ്സിലായതും അങ്ങനെ തന്നെയാണ്, വിനായകനും അബിയും ഒരേ സ്വരത്തിൽ പറഞ്ഞു. എന്തിന്? എൻ്റെ കുഞ്ഞി അവൾക്ക് എന്ത് ഉപദ്രവമാണ് ചെയ്തത്? പ്രണയിച്ചു തുടങ്ങിയ കാലം മുതൽ ഏട്ടത്തി എന്നും വിളിച്ച പിന്നാലെ നടന്നിട്ടല്ലേ ഉള്ളൂ എൻ്റെ കൊച്ചു. ഏട്ടനുണ്ട് കേട്ടോ കുഞ്ഞിക്ക്, വേറെ ആരും വേണ്ട, ഏട്ടനുണ്ട്. അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നിരഞ്ജൻ സ്വയം എന്ന പോലെ ചോദിച്ചുകൊണ്ടിരുന്നു. സാരില്ല ഏട്ടാ, അവരെന്തോ ചെയ്യട്ടെ, എനിക്കെൻ്റെ ഏട്ടനുണ്ടല്ലോ. എൻ്റെ ഏട്ടനെ അവളുടെ കയ്യിൽ നിന്ന് ജീവനോടെ രക്ഷിക്കാൻ പറ്റിയല്ലോ. കണ്ണുനീരോടെ പറഞ്ഞുകൊണ്ട് നിവി അവളുടെ ജീവനായ ഏട്ടൻ്റെ മുഖമൊക്കെ തുടച്ചു കൊടുത്തു. ഞാനിനി പൊയ്ക്കോട്ടെ ഡോക്ടറെ. ബാങ്ക് ക്ലോസ് ചെയ്യും മുമ്പ് ഇതൊക്കെ തിരികെ കൊണ്ടുപോയി ലോക്കറിൽ വെക്കണം. പരസ്പരം ആശ്വസിപ്പിക്കുന്ന ആ സഹോദരങ്ങളെ നോക്കി നിറകണ്ണുകൾ ഒപ്പിക്കൊണ്ട് അവർ കൊണ്ടുവന്ന ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് ലാപ്പിനൊപ്പം ബാഗിൽ വെച്ചുകൊണ്ട് അവർ ചോദിച്ചു. മേഡം പൊയ്ക്കോളൂ, ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. വിനായകൻ നന്ദിയോടെ അവരോട് പറഞ്ഞു. നന്ദിയൊന്നും വേണ്ട, ദാ ഇവരുടെ പരസ്പര സ്നേഹം കൊണ്ട് മനസ്സ് നിറഞ്ഞു. ഇവർക്ക് വേണ്ടി ഇത് ചെയ്തതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇപ്പം അവർ നിറഞ്ഞ മനസ്സോടെ പറഞ്ഞിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഭാഗമെടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഏട്ടാ, ഏറെ നേരമായിട്ട് മുഖം പോലും ഉയർത്തി നോക്കാതെ ഇരിക്കുന്നവൻ്റെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് നിവി സങ്കടത്തിൽ വിളിച്ചു. ഏട്ടനൊന്നുമില്ല കുഞ്ഞി, ഈ കേട്ടതും കണ്ടതുമൊക്കെ ഒന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചതാണ്. നിറമിഴികളോടെ പറഞ്ഞിട്ട് അവളെ ചേർത്ത് പിടിച്ചു നിരഞ്ജൻ. വിഷമിക്കല്ലേ ഏട്ടാ, വിതുമ്പിക്കൊണ്ട് പറഞ്ഞ് നിവി അവൻ്റെ കവിളിലെ കണ്ണീർ തുടച്ചു കൊടുത്തു. വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക്, എങ്ങനെയും ഒരാൾക്ക് മറ്റുള്ളവരെ സ്നേഹിച്ച് ചതിക്കാൻ പറ്റുമോ? ചോദിച്ചുകൊണ്ട് നിരഞ്ജൻ മുന്നിൽ നിൽക്കുന്നവരെ നോക്കി. എന്താ ഞങ്ങൾ പറയേണ്ടത് നിരഞ്ജ? ഇപ്പോഴെങ്കിലും ഇതൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞതിന് ദൈവത്തോട് നന്ദി പറയുകയാണ് വേണ്ടത്. വിനായകൻ ആശ്വാസവാക്ക് എന്ന പോലെ പറഞ്ഞു. എങ്കിലും ഡോക്ടറെ, 6-7 വർഷം കൂടെ കഴിഞ്ഞ ഒരാൾ എങ്ങനെ അഭിനയിച്ചു നിന്നിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അത്രയ്ക്ക് മണ്ടനായിരുന്നു എന്നല്ലേ അതിനർത്ഥം? നിരഞ്ജൻ വേദനയോട് ചോദിച്ചു പോയി. നിങ്ങൾ മണ്ടനായതുകൊണ്ടല്ല നിരഞ്ജൻ, ചതി അറിയാത്തവനായതുകൊണ്ടാണ്. അങ്ങനെ അല്ലാത്തവർക്ക് പെട്ടെന്ന് നമ്മളെ ചതിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയില്ല. തനിക്ക് ഒരിക്കൽ പറ്റിയ ചതിയുടെ നീർന്ന ഓർമ്മകൾ എന്ന പോലെ അബിയാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ പ്രാണനായി സ്നേഹിച്ചിരുന്നവൾ, അവളാണ് ഈ ചതി ചെയ്തതെന്ന് എങ്ങനെയൊക്കെ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ല. നെഞ്ച് തിരുമ്മിക്കൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. സമയമെടുക്കും നിരഞ്ജ, മെല്ലെ മെല്ലെ കഴിഞ്ഞു പോയി ഓരോന്നും ഓർത്തു നോക്ക്. അവരെങ്ങനെയൊക്കെ നമ്മളെ ചതിച്ചു പറ്റിച്ചു എന്നൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ പതിയെ നമ്മുടെ മനസ്സ് അവിടെ ചതി അംഗീകരിക്കും. താൻ ഇനിയും ഇതൊന്നും ഓർത്ത് ഒരുപാട് ടെൻഷൻ ആവരുത്, എല്ലാം നമുക്ക് ശരിയാക്കാം, ഞങ്ങളൊക്കെ തൻ്റെ കൂടെ ഇല്ലേ? അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് വിനായകൻ പറഞ്ഞു. ഇനി എന്താണ് ചേട്ടൻ്റെ തീരുമാനം? ആ സ്ത്രീ വെറുതെ വിടാനാണോ? വീണ്ടും ആലോചനയുടെ നിശബ്ദനായിരിക്കുന്നവരോട് സച്ചിൻ തിരക്കി. വെറുതെ വിടാനോ? എന്നോട് എൻ്റെ കുഞ്ഞോടൊക്കെ കാണിച്ച വിശ്വാസവഞ്ചനയ്ക്ക് ഒരിക്കലും ഈ ജീവിതത്തിൽ ഒരിക്കലും അവൾക്ക് മറക്കാനാവാത്തൊരു തിരിച്ചടി കൊടുക്കണ്ടേ? കൊടുക്കും നിരഞ്ജൻ. ഇത്രയും നാൾ അവളെ സ്നേഹിച്ച പ്രണയിച്ച നിരഞ്ജനെ അവൾ കണ്ടിട്ടുള്ളൂ. ഇനി ഞാൻ ആരാണെന്ന് അവൾ അറിയാൻ പോകുന്നതേയുള്ളൂ. നിരഞ്ജൻ പറയുമ്പോൾ അവൻ്റെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന സങ്കടം മാറി കടുപ്പം നിറഞ്ഞു. കടപ്പല്ലുകൾ ഞെരിഞ്ഞമർന്നു. അങ്ങനെ പറയൂ, അല്ലാതെ നിങ്ങളെങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് സങ്കടമാണ് മനുഷ്യ. വിടർന്നൊരു ചിരിയോടെ നിരഞ്ജന് തോളിൽ തട്ടിക്കൊണ്ട് അഭി സന്തോഷത്തോടെ പറഞ്ഞു. എടുത്തു ചാടി പകരം വീട്ടാനൊക്കെ ഇറങ്ങും മുൻപ് നിരഞ്ജന്റെ ആരോഗ്യം കൂടെ നോക്കണം പറഞ്ഞുകൊണ്ട് വിനായകൻ അവർക്കടുത്തേക്കിരുന്നു. ആരാണ് അവളെ കള്ളത്തരം ആദ്യം മനസ്സിലാക്കിയത്? ആരെയും നോക്കാതെ ഇരുന്നുകൊണ്ട് വിനായകൻ പറഞ്ഞത് ശ്രദ്ധിക്കാഞ്ഞതുപോലെ നിരഞ്ജൻ ചോദിച്ചു. നിങ്ങളുടെ കുഞ്ഞി, അവൾ തന്നെയാണ് ആദ്യം ലക്ഷ്മി തിരിച്ചറിഞ്ഞത്. ഇന്നത്തെ നിങ്ങളുടെ അതേ അവസ്ഥയിലായിരുന്നു അന്ന് നിവേദിക്കും. 5 കാര്യങ്ങൾ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. ഒടുവിൽ എന്ത് പറ്റിയെന്നറിയാതെ അവൾ സച്ചിനെ വിളിച്ചു. അവൻ എന്നെയും ഞങ്ങൾ രണ്ടും കൂടെ ചെന്ന ശേഷമാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞത്. തുടർന്ന് അന്ന് മുതൽ ഇന്ന് വരെ നടന്ന കാര്യങ്ങൾ മുഴുവനും അഭി പറഞ്ഞു. എല്ലാം കേട്ടിട്ടും ആരോടും മറുപടിയൊന്നും പറയാതെ ആലോചനയോടെ ഇരിക്കുന്ന നിരഞ്ജനെ കാണി നിവി പേടിയോടെ മൂവരെയും മാറി മാറി നോക്കി. നിവിക്കുട്ടി പേടിക്കണ്ട, ഏട്ടനെയൊക്കെ ഓക്കെ ആക്കി
ഞങ്ങൾ ഇവിടുന്ന് തിരികെ കൊണ്ടുവരുള്ളൂ. അവളുടെ മുഖത്തെ വേവലാതി കാണേ സച്ചിൻ പറഞ്ഞു. അവൻ്റെ ആ വാക്കും കൂടെ ഇരിക്കുന്നവടെ ചിരിച്ച മുഖവും കാണേ നിവി എന്ന് മോളി. ഏട്ടൻ ഇന്ന് അങ്ങോട്ട് വരില്ല. വന്നാൽ അവളെ ചിലപ്പോൾ ഞാൻ കൊന്നു കളഞ്ഞേക്കും. അത്ര പെട്ടെന്ന് മരിച്ച് രക്ഷപ്പെട്ടു പോകാൻ അവളെ ഞാൻ അനുവദിക്കില്ല. ഏട്ടൻ്റെ കുഞ്ഞ് വീട്ടിലേക്ക് വയ്ക്കോ. ഈ സ്വർണമൊന്നും ഇപ്പോൾ വിൽക്കുകയൊന്നും ചെയ്യേണ്ട കുഞ്ഞി. നീ ഡോക്ടറെ ഏൽപ്പിച്ച ആ ഡോക്യുമെൻറ്റ്സിനൊപ്പം ഇത് എവിടെ നിന്നെടുത്തോ അവിടെ തന്നെ കൊണ്ടുപോയി ഭദ്രമായിട്ട് വെച്ച് പൂട്ടണം. എന്നിട്ട് താക്കോൽ അവൾക്ക് കിട്ടാത്ത വിധത്തിൽ മാറ്റി വെച്ചേക്ക്. മറ്റന്നാൾ രാവിലെ ഞാൻ വീട്ടിലേക്ക് വരും. വന്നിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. അതുവരെ ആലോചനയോടെ ഇരുന്ന നിരഞ്ജൻ കടുത്ത മുഖത്തോടെ പറഞ്ഞു. ഞാൻ കൊണ്ടുപോയി വെച്ചേക്കാം ഏട്ടാ. അത് തിരികെ കൊണ്ടുപോകുന്നതും ലക്ഷ്മി കാണുതെ കൊണ്ടുപോയി അലമാരയിൽ വെക്കുന്നതുമൊക്കെ ഓർക്കെ ഭയം തോന്നിയെങ്കിലും നിവി അത് പുറത്ത് കാണിക്കാതെ സമ്മതം പറഞ്ഞു. ശ്രദ്ധിക്കണം കേട്ടോ, ഇതൊക്കെ കൊണ്ടുപോയി വെക്കുന്നത് അവൾ കാണരുത്. ഏട്ടൻ വരും വരയ്ക്കും അവൾക്ക് സംശയം തോന്നും വിധം ഒന്നും ചെയ്യരുത്. എന്നും എപ്പോഴും ഏട്ടനുണ്ട് കുഞ്ഞിക്ക്. ഇനി നമുക്ക് നമ്മൾ മാത്രം മതി. തന്നെ നോക്കിയിരിക്കുന്ന നിവിയുടെ കണ്ണുകളിലെ ചെറിയ പേടി പോലും അകറ്റും വിധം അവളെ ചേർത്ത് പിടിച്ച നെറ്റിയിൽ ചുണ്ടമർത്തിക്കൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. നിവി കണ്ണുകൾ രണ്ടും അമർത്തി തുടച്ച് മൂളിക്കൊണ്ട് ബാഗിലെല്ലാം എടുത്തു വെച്ചു. അഞ്ജുവിനെ കൂടെ നിവിതയ്ക്കൊപ്പം വീട്ടിലേക്ക് വിടട്ടെ. നാളെ കോളേജ് അവധിയല്ലേ. മറ്റന്നാൾ നിരഞ്ജൻ വരെയും നിവിതയ്ക്കൊരു കൂട്ടാകുമല്ലോ. നിരഞ്ജന്റെ മുഖത്തെ വിഷമവും നിവിതയുടെ മുഖത്തെ വാട്ടവും കാണി അഭിമെല്ലാം പറഞ്ഞു. ബുദ്ധിമുട്ടാവില്ലല്ലോ അല്ലേ? നിരഞ്ജൻ വല്ലായ്മയോടെ തിരക്കി. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കില്ലല്ലോ. ഇപ്പോഴത്തെ നിങ്ങളുടെ രണ്ടാളുടെയും മാനസികാവസ്ഥ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അഭി ഒരു ചെറിയ ചിരിയോടെ പറഞ്ഞു. എന്നാൽ ഇനിയും ഇരുന്ന് താമസിക്കണ്ട, മോള് വയ്ക്കോ. ഏട്ടനെ ഓർത്ത് ഇനിയും കണ്ണു നിറയ്ക്കല്ലേ കുഞ്ഞി. ഏട്ടൻ ഓക്കെയാണ്. പോകാൻ പറഞ്ഞതോടെ ഏട്ടൻ്റെ മുഖത്തേക്ക് നിറം വീഴ്ചയോടെ നോക്കിയവളോട് നിരഞ്ജൻ വീണ്ടും പറഞ്ഞു. മെല്ലെന്ന് മോളിക്കൊണ്ട് അവൾ ഭാഗമെടുത്ത് പോകാനിറങ്ങി. അഞ്ചു വരുമ്പോൾ വീട്ടിൽ വെച്ച് രണ്ടാളും കൂടെ പരസ്പരം ഈ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ നിൽക്കരുത് കേട്ടോ കുഞ്ഞി. പോകാൻ വാതിൽക്കലെത്തിയവളോട് പിന്നിരുന്ന് വിളിച്ചു പറഞ്ഞു നിരഞ്ജൻ. നിവി തിരിഞ്ഞു നോക്കി തലയാട്ടിയിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൾക്കൊപ്പം തന്നെ നിരഞ്ജനോടും വിനായകനോടും യാത്ര പറഞ്ഞ് സച്ചിനും അഭിയും ഇറങ്ങി. വിനായകൻ വാതിൽ അടച്ചിട്ട് വന്ന് നിരഞ്ജൻ്റെ അടുത്തേക്കിരുന്നു. ആരൊക്കെ ഈ വരുന്നേ? ഇവരെ ഇവിടുന്ന് കിട്ടി? സച്ചിൻ്റെ ഓട്ടോയിൽ അഭിക്കൊപ്പം വന്നിറങ്ങിയ നിവിയെയും മഞ്ജുവിനെയും കാണേ മുറ്റത്ത് നിൽക്കുകയായിരുന്ന ലക്ഷ്മി ചിരിയോടെ തിരക്കി. എനിക്കിന്ന് ഇവിടെ കോളേജിന് അടുത്തുള്ള സൈറ്റാണ് നോക്കേണ്ടിയിരുന്നത്. അത് നേരത്തെ കഴിഞ്ഞു. അന്നേരം ഇവനെ കിട്ടി. പിന്നെ ഓർത്തു ഇവരെ കൂടെ കൂട്ടാന്ന്. അങ്ങനെ ഒരുമിച്ചായതാണ്. നേരത്തെ ആലോചിച്ചുറപ്പിച്ച് വെച്ചിരുന്നതാണെങ്കിൽ പോലും ആ നുണ പറഞ്ഞ് ബലിപ്പിക്കാൻ പാടുപെട്ടു അഭി. കയറി വാ, ചായ കുടിച്ചിട്ട് പോവാം. അഭിയെയും സച്ചിനെയും ഒക്കെ ക്ഷണിച്ചു ലക്ഷ്മി. ചായ കുടിക്കാൻ നിൽക്കാൻ നേരില്ല ചേച്ചി. 2 ദിവസം അഞ്ചോടെ നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വീട്ടിൽ ചെറിയൊരു പണി. ഇവൾക്കാണെങ്കിൽ പൊടിയുടെ അലർജി ഉണ്ട്. അതുകൊണ്ടാണ്. ഇവിടെ ആകുമ്പോൾ കോളേജ് മുടങ്ങില്ലല്ലോ. എങ്ങനെയൊക്കെ ലക്ഷ്മിയോട് പറഞ്ഞ് ഒപ്പിച്ചു അഭി. അതിനെന്താ ഇത്ര ചോദിക്കാൻ? 5 ഇവിടെ നിന്നോട്ടെ. ഞങ്ങളെ സഹായിക്കാൻ ബന്ധുക്കൾ പോലും ഇല്ലാതിരുന്നപ്പോൾ അഭിയല്ലേ കൂടെ നിന്നത്. അങ്ങനെയുള്ള ഒരാളെ തിരികെ സഹായിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ലക്ഷ്മി പുഞ്ചിരിയോടെ പറഞ്ഞു. എന്നാൽ മോളി ഭാഗമെടുത്തോ. ഏട്ടൻ ഇറങ്ങുവാണ്. മറ്റന്നാൾ വൈകിട്ട് ഏട്ടൻ വിളിക്കാൻ വരാം കേട്ടോ. ഓട്ടിരുന്ന അഞ്ചിൻ്റെ ബാഗ് എടുത്ത് കൊടുത്തിട്ട് അഭി പറഞ്ഞു. അഞ്ചു അവനെ നോക്കി പുഞ്ചിരിയോടെ തലയാട്ടിക്കൊണ്ട് ഭാഗമെടുത്ത് നിവിയോട് ചേർന്ന് നിന്നു. എന്നാൽ ഞങ്ങൾ ഇറങ്ങുവാണ്. 3 നാളോട് യാത്ര പറഞ്ഞ് ഓട്ടോയിൽ അഭി കയറിയതും സച്ചിൻ വണ്ടിയെടുത്തു. എൻ്റെ ദൈവമേ, ആ പെണ്ണുമ്പിള്ള ഇത്രയും കളത്തരം ചെയ്തിട്ട് യാതൊരു കൊലുക്കവുമില്ലാതെ കല്ല് പോലെ നിൽക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ഒരു ചെറിയ കള്ളം പറഞ്ഞ് അഞ്ജുവിനെ അവിടുന്ന് നിർത്താൻ പെട്ട പാട് എനിക്കറിയാം. ഇതൊക്കെ അവർക്ക് എങ്ങനെ സാധിക്കുന്നു ആവോ? പറഞ്ഞുകൊണ്ട് അഭി ആ സീറ്റിലേക്ക് ചാരിയിരുന്ന ശ്വാസം ആഞ്ഞൊന്ന് വലിച്ചു വിട്ടു. അവൻ്റെ ആ കാട്ടിക്കുട്ടൽ കണയിൽ സച്ചിൻ ഒരു ചിരിയോടെ ഓട്ടോ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി വിട്ടു.